ദൈവത്തിനു മഹത്വം. ഓബേദേദോം. ദൈവകൽപ്പനകളെ ധിക്കരിച്ച് പ്രവർത്തിച്ചാൽ അതിന് തക്ക ശിക്ഷയുണ്ടാകും. ദാവീദ് ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് തീരുമാനിച്ചു. ദൈവകൽപ്പന പ്രകാരം പെട്ടകം ചുമക്കേണ്ടത് പുരോഹിതന്മാരാണ്. എന്നാൽ ന്യായപ്രമാണത്തിനെതിരായി ദാവീദ് പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോബും ആ വണ്ടി തെളിയിച്ചു. അവർ സകലവിധ വാദിത്രങ്ങളോടും കൂടെ യാത്ര പുറപ്പെട്ടു. എന്നാൽ വഴിയിൽ വെച്ച് വലിയൊരു വിപത്ത് അവർക്കുണ്ടായി. അവർ നാഖോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. അതുകൊണ്ട് ദാവീദ് ഭയപ്പെട്ടു. പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുപോകുക എന്ന് ഉദ്യമത്തിൽ നിന്നും ദാവീദ് പിന്മാറി. ദാവീദ് പെട്ടകം ഗിദ്യനായ ഓബേദേദോമിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി വച്ചു. 1 ദിനവൃത്താന്തം 13-14 ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ പെട്ടകം ഓബേദേദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദേദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഓബേദേദോമിന് ലഭിച്ചത്! 1. ഓബേദേദോമിനെ ദൈവം അനുഗ്രഹിച്ചു. 2. അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. 3. അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. 4. അവന്റെ കീർത്തി നാടെങ്ങും വ്യാപിക്കുവാനിടയായി തീർന്നു. നാം അനുഗ്രഹീതരാകുമ്പോൾ ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിക്കും. സാത്താൻ നമ്മെയും കുടുംബത്തെയും തൊടുവാൻ ശ്രമിക്കും. അതുപോരാതെ യോബിന്റെ ജീവിതത്തിലെന്ന പോലെ സകലവും തൊടുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവം നമ്മെ നമുക്ക് ചുറ്റും മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് ചുറ്റും മാത്രമല്ല, നമ്മുടെ സകലത്തിനും വേലി കെട്ടി സംരക്ഷിക്കും. ഓബേദേദോമിനെ ദൈവം അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. മാത്രമല്ല, ഓബേദേദോമിന്റെ കീർത്തി നാട്ടിലും ദൂരദേശങ്ങളിലും പടർന്നു. ഈ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ ദാവീദ് പെട്ടകം വീണ്ടും ഓബേദേദോമിന്റെ വീട്ടിൽ നിന്നും ദാവീദിന്റെ പട്ടണത്തിലേക്ക് ന്യായപ്രമാണ പ്രകാരമുള്ള കൽപ്പനകൾ പാലിച്ച് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. പെട്ടകം പുരോഹിതന്മാർ ചുമന്നു. പെട്ടകം കൊണ്ടുവരുമ്പോൾ ആ കൂട്ടത്തിൽ ഓബേദേദോമും ഉണ്ടായിരുന്നു. ദാവീദ് പെട്ടകം യെരൂശലേമിൽ അതിനായി ഒരുക്കിയ സ്ഥലത്ത് വച്ചു. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സെഖറിയാവ്, പിന്നെ യെയീയേൽ, ശെമീരാമോത്ത്, യഹീയേൽ, മത്തിഥാവ്, ഏലിയാവ്, ബെനായാവ്, ഓബേദേദോം, യഹീയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ച് ആസാഫ് കൈത്താളം കൊട്ടി. ദൈവം ഓബേദേദോമിനെയും കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചതിനു പുറമെ പെട്ടകത്തിന്റെ മുന്നിലുള്ള ഗായക സംഘത്തിൽ ഓബേദേദോം ചേർക്കപ്പെട്ടു. സംഗീത ശുശ്രൂഷ ചെയ്തു. മാത്രമല്ല, അവന് ദൈവം അനേകം മക്കളെയും കൊച്ചുമക്കളെയും നല്ല സഹോദരന്മാരെയും നൽകി. അവന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിന്റെ മുൻപിൽ ശുശ്രൂഷകരായി. ഓബേദേദോമും ഹോസയും വാതിൽ കാവൽക്കാരായി. എത്ര വലിയ അനുഗ്രഹമാണ് ഓബേദേദോമിനും കുടുംബത്തിനും ലഭിച്ചത്! കാരണം അവർ ദൈവകൽപ്പനകളെ അനുസരിച്ചു, ദൈവത്തെ മാനിച്ചു, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവത്തെ മാനിച്ചാൽ ദൈവം അവരെ മാനിക്കും. 1 ശമൂവേൽ 2-30 ഇപ്രകാരം പറയുന്നു: എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഓബേദേദോമിന്റെ ദൈവഭക്തി ഉൾക്കൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ഭയഭക്തിയോടെ ജീവിക്കാം. ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് അനുദിനവും പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മെ ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.